ഞാൻ പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് സുർബിയാൻ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ഒരു ബ്രൈ ഫാൻ അടുപ്പത്ത് വെച്ചുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഫസ്റ്റായിട്ട് ഞാൻ കണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനൊരു 4 സവോള കട്ടില്ലാതെ അരിഞ്ഞത് പൊരിച്ചാൻ വേണ്ടിയാണ്ട് അതിൽക്കിട്ടിട്ടുണ്ട്. അത് നല്ലപോലെ പൊരിഞ്ഞാണ്ട് പകുതിയാക്കിയാണ്ട് വേണം നമ്മൾ പൊരിച്ചെടുക്കുക. ഒറ്റയെടുക്ക് ഇട്ടാൽ പൊരിഞ്ഞ് കിട്ടൂല. അപ്പോൾ അത് പൊരിച്ച് വെച്ച സവോള മിക്സിൻ്റെ ജാർക്ക് അതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സിൻ്റെ ജാർക്ക് ഇട്ടതിൻ്റെ ശേഷം അതിക്ക് 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2.5 സ്പൂണ് കുരുമുളക് പൊടി, 2 സ്പൂണ് ചെറിയ ജീരകം, പിന്നെ 2 സ്പൂണ് ഗരം മസാല, പിന്നെ നമ്മൾ കട്ടത്തൈര് കുറച്ചെടുത്ത് വെച്ചതുണ്ടായിനി അതും പാടായിക്ക് ഇട്ടുകൊണ്ട് പാകത്ത് ഉപ്പ് പോയിങ്ങാണ്ട് നമ്മളെ ചിക്കനക്ക് കായം കൂട്ടാനുള്ള മസാല കൂട്ടാണ് തയ്യാറാക്കണത്. അപ്പോൾ ഇത് നമ്മൾ മിക്സിൻ്റെ ജാർക്ക് ഇട്ടുകൊണ്ട് നല്ലപോലെ മൊത്തത്തിൽ ഒന്ന് മിക്സിൻ്റെ ജാറിൽ നല്ല പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം ഇടാനായിട്ട് ഒരു 3 കിഴങ്ങ് ചെത്തി നുറുക്കി വെച്ചതുണ്ടായിനി. അപ്പോൾ അതും ചിക്കനും പാടെ മസാല തേച്ച് സെറ്റാക്കിയാണ്ട് വെക്കുകയാണ്. ആ മസാല തേച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മൾ പാനടുപ്പത്ത് വെച്ചിങ്ങാണ്ട് മൊത്തത്തിൽ ആ ചട്ടിയിലിട്ടുങ്ങാണ്ട് നല്ലപോലെ കുഴച്ചിങ്ങാണ്ട് ശരിയാക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ആ മസാലേൻ്റെ അതിൻ്റെ ഒപ്പം സെറ്റാവാനും വേണ്ടിയിട്ട് ആ ചുവറ്റിങ്ങാണ്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. ആ വെള്ളം നല്ലോണം ചുവറ്റി വെച്ചതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച സവോളൻ്റെ ബാക്കി കൂടി കുറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് റൈസ് തീമാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച വെള്ളം തിളക്കാൻ വെച്ച വെള്ളത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക്, കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, നല്ല ജീരകം, ഉപ്പ് ഒക്കെ പാടിട്ട് ഒരു തുള്ളി സൺഫ്ലവർ ഓയിൽ ഒറ്റിച്ച് കൊടുക്കുന്നത് റൈസ് തമ്മിൽ ഒട്ടാതെക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ അതിക്ക് അരി കഴുകിയിടുകയാണ്. ഇത് വേവണോട് കൂടി നമുക്ക് ഇപ്പുറത്തിഞ്ഞ് നമ്മൾ നേരത്തെ കായം കൂട്ടി വെച്ച ചിക്കന് പാന് വെച്ചിങ്ങാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാണ്ട് അങ്ങനെ തിരിച്ചും മറിച്ചുവിട്ട് ഒന്നും ഇങ്ങോട്ട് പൊരിഞ്ഞ് വരുന്നോട് കൂടി ചട്ടിക്ക് ഇട്ടുങ്ങാണ്ട് ആ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണയെ മസാല ഒക്കെ പാർന്നുങ്ങാണ്ട് അതിൻ്റെ ഒപ്പം ആ ഉള്ളി അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തുങ്ങാണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ഇതാക്കി നമ്മൾ റൈസ് ഊറ്റി വെച്ചത് അതിൻ്റെ മേലൊക്കെ കൊട്ടി കൊടുക്കുക. ആ കൊട്ടീൻ്റെ ശേഷം അതിൻ്റെ മേലെ നമ്മൾ 3 ഭാഗത്തത്തെ ഒരു ഭാഗം സവോള ലാസ്റ്റത്തെ ആ സവോള അതിൻ്റെ മേലെ കിട്ടിയതിന് ശേഷം കുറച്ച് ചപ്പും പൊതിനി അതും ഇട്ട് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഞാൻ റോസ് വാട്ടറാണ് വേണ്ടത്. റോസ് വാട്ടർ ഇല്ലാത്തതുകൊണ്ട് പാലിൽ കുറച്ച് യെല്ലോ കളറ് ഒഴിച്ചതുണ്ടായിന്. അപ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിച്ചെടുത്തുകൊണ്ട് സെറ്റാക്കി ഒരു 1/2 മണിക്കൂർ നമ്മൾ അടുപ്പത്ത് ഒന്നിങ്ങനെ ദമ്മിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുർബിയാൻ ബിരിയാണി സെറ്റായി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട്